ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും, നമ്മൾ ബാബയുടെ മുന്നിൽ വയ്ക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും ബാബ ഉറപ്പായിട്ടും നമുക്കൊരു മറുപടി അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകുമെന്ന്. അങ്ങനെ ബാബ നമ്മൾക്ക് ആ ഒരു പരിഹാരം നൽകുന്ന രീതികൾ പലർക്കും പല തരത്തിലായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ലഭിച്ച ഒരു ബാബയുടെ മറുപടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ പൊതുവേ സായി ഡിവോട്ടീസിന് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ വാട്സപ്പിൽ തേഴ്സ്ഡേ പാരായൺ ഗ്രൂപ്പ്സ് ഉള്ള കാര്യം. ഒരുപാട് പേര് അതിൽ മെമ്പേഴ്സൊക്കെ ആയിരിക്കും. തേഴ്സ്ഡേ നമ്മൾ സായി സച്ചരിത്ര വായിക്കാൻ വേണ്ടി പ്രത്യേക ഗ്രൂപ്പ്സ് ഉണ്ട് അതിൽ വാട്സപ്പിൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഞാനിതുപോലെ നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിലൊരു വാട്സപ്പ് ലിങ്ക് കാണുകയും അതിലൂടെ ആ വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്ത് ആദ്യം ഞാൻ റീഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഗ്രൂപ്പ് മോണിറ്റർ ചെയ്യുന്നവരെ ക്യാപ്റ്റൻസ് എന്നാണ് പറയുന്നത്. കാരണം ഓരോ ഗ്രൂപ്പിലും ഇപ്പോൾ 4 ഗ്രൂപ്പായിരിക്കും, ഓരോ ക്ലാസ് വൈസ് 4 ഗ്രൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. അപ്പോൾ ഇതിൽ ഓരോ ഗ്രൂപ്പിലും 12 ഡിവോട്ടീസ് വെച്ചായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ആ തേഴ്സ്ഡേ പാരായൺ തീരുന്ന സമയത്ത് അന്ന് തന്നെ നമ്മളതിനെ ക്ലോസ് ചെയ്യുക. അതാണ് ആ ക്യാപ്റ്റൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം റീഡിങ്ങിന് വേണ്ടി ചേരുകയും ശേഷം ഒരു ഗ്രൂപ്പിൽ ഒരു ക്യാപ്റ്റൻ്റെ അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് ക്യാപ്റ്റൻ സേവ എന്ന് പറയും. ഞാൻ എനിക്ക് അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അങ്ങോട്ട് ഗ്രൂപ്പിലെ ഒരു മെമ്പറിനോട് പറയുകയും അഡ്മിനോട് പറഞ്ഞ് ഞാൻ അതിൽ ക്യാപ്റ്റൻ സേവ ചെയ്യാൻ എനിക്ക് ആദ്യം ഒരു യെല്ലോ ഗ്രൂപ്പാണ് കിട്ടിയിരുന്നത്. ശേഷം ഇന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു 30+ ഗ്രൂപ്പ്സ് എനിക്കുണ്ട്. ക്യാപ്റ്റനായിട്ടും വൈസ് പ്രിൻസിപ്പളായിട്ടും ഒക്കെ ഒരു 30+ ഗ്രൂപ്പ്സ് ഞാനിപ്പോൾ എനിക്ക് മോണിറ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ 3 ഇയേഴ്സ് മുൻപ് ഞാൻ ക്യാപ്റ്റൻ സേവ ചെയ്യുന്ന സമയം തുടങ്ങി ഇന്ന് വരയ്ക്കും ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാ ഡിവോട്ടീസും അവർ ഇന്നത്തെ ദിവസം ഇപ്പോൾ നാളെ റീഡിംഗ് ഉണ്ടെങ്കിൽ നാളെ 12 മണിക്ക് മുമ്പായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന അലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യണം. അതാണ് റൂൾ അതിൽ. അപ്പോൾ ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ചിലർ നമ്മളെ ഇൻഫോം ചെയ്യും, ഇന്ന് എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് ഇൻഫോം ചെയ്യുന്നവരുണ്ട്. ചിലർ വായിച്ചേക്കാം, പക്ഷേ അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കുന്നവരുണ്ടായിരിക്കാം. ചിലർക്ക് വ്യാഴാഴ്ച ദിവസം വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ ആ ഒരു ആഴ്ചയിൽ എന്തെങ്കിലും ഒരിക്കൽ അവരുടെ ആ ഒരു ചാപ്റ്റർ അലൊക്കേറ്റ് ചെയ്ത ചാപ്റ്റർ വായിച്ച് തീർക്കുന്നവരായിരിക്കാം. അപ്പോൾ പല രീതിയിലാണ് അത്. ചിലർ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇതിലൊരു റൂളെന്ന് പറയുന്നത്, ആർക്കെങ്കിലും വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവരുടെ അന്ന് കൊടുക്കുന്ന ഒരു ചാപ്റ്റേഴ്സ് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ വോളണ്ടിയർ റീഡിംഗ് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. സായി സച്ചരിത്ര ഒരു തവണ മൊത്തം വായിച്ച് അത് അപ്ഡേറ്റ് ചെയ്യുന്ന വോളണ്ടിയർ റീഡേഴ്സും ഉണ്ട്. അപ്പോൾ അവരുടെ ചാപ്റ്റേഴ്സ് നമുക്ക് തരും, എക്സ്ട്രാ ചാപ്റ്റേഴ്സ് അവർ വായിച്ച് വച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ആരാണോ നമ്മുടെ ഗ്രൂപ്പിൽ വായിക്കാത്തൊരു റോൾ നമ്പർ, അവർക്ക് നമ്മൾ വോളണ്ടിയർ നെയിമിൻ്റെ സ്ഥാനത്ത് വോളണ്ടിയർ റീഡിംഗ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ 12 ഡിവോട്ടീസിൻ്റെ റിപ്പോർട്ടും കൊടുത്ത് ക്ലോസ് ചെയ്യാറായിരുന്നു പതിവ്. പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആർക്കും വോളണ്ടിയർ റീഡിംഗ് കൊടുക്കാറില്ല. കാരണം ചിലപ്പോൾ അവർ വായിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ പതിവായി വായിച്ച് അന്നത്തെ ദിവസം മാത്രം വായിക്കാൻ പറ്റാത്തവരായിരിക്കാം. ചിലർ ഇൻഫോം ചെയ്യാറുണ്ട്, എനിക്ക് വായിക്കാൻ ഇന്ന് പറ്റിയിട്ടില്ല എന്ന്. ചിലർ മറന്നു പോകുന്നവരുണ്ടാകാം, ഇൻഫോം ചെയ്യാനും മറക്കും, പോസ്റ്റ് ചെയ്യാനും മറക്കുന്നവരുണ്ടാകാം. ചിലർ ഞാൻ പറഞ്ഞല്ലോ, അവർ വേറെ ഇന്നത്തെ ദിവസം പറ്റാഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ ഞാൻ ആ റോൾ നമ്പർ ഏത് ഡിവോട്ടിയുടെ നെയിമിലാണോ ഇരിക്കുന്നത്, എനിക്ക് കിട്ടുന്ന വോളണ്ടിയർ ചാപ്റ്റേഴ്സിന് ഞാൻ ആ ഡിവോട്ടിയുടെ നെയിമിൽ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അവർ പിന്നെ വായിക്കുന്നതാണെങ്കിലും ഇന്നൊരു ദിവസം അവർക്ക് ബൈ ചാൻസ് വായിക്കാൻ പറ്റാത്തവരാണെങ്കിലും ഒക്കെ അവരുടെ നെയിമിൽ തന്നെ കാരണം നമ്മളിതൊക്കെ വായിക്കുന്നതൊക്കെയും അവരവരുടെ ഓരോരോ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളോടും കൂടിയായിരിക്കും ഓരോ ദിവസവും അവരത് വായിക്കുന്നത്. അത് നമ്മുടെ ബാബയുടെ പാദത്തിൽ അർപ്പിക്കുന്നതായിട്ട് കണക്കാക്കിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നതും. അപ്പോൾ എന്തോ അവരുടെ സാഹചര്യം എങ്ങനെയോ ആയിക്കോട്ടെ, ആ വോളണ്ടിയർ എന്നിടുന്ന സ്ഥാനത്ത് ഞാൻ ആ ഡിവോട്ടിയുടെ ആ അലൊക്കേറ്റ് ചെയ്യുന്ന പേര് തന്നെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത്, ആദ്യം ഞാനിത് പർപ്പസായിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ മനസ്സിലൊരു തോന്നി ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാപ്റ്റനായിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സിൽ നിന്നും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു, താങ്ക് യു സോ മച്ച്, എനിക്കിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വായിക്കാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ നെയിമിൽ അത് പോസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് താങ്ക് യു മെസ്സേജസ് വരാറുണ്ട്. ഒരാളുടെ നന്ദി കിട്ടുക എന്ന് ഞാൻ പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതും. ഒപ്പം ഞാൻ ബാബയ്ക്കും അതിനോട് നന്ദി പറയാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതിനും ഞാൻ നന്ദി ഒരുപാട് വട്ടം പറയാറുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം ഒരു രാവിലെ ഞാൻ തേഴ്സ്ഡേ ഒരു ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു ഡിവോട്ടിയുടെ മെസ്സേജ് എനിക്ക് വരികയാണ്. ആ ഡിവോട്ടി എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് റൈറ്റ്, ഞാൻ വായിക്കാത്ത എൻ്റെ
ചാപ്റ്റേഴ്സിനെ എൻ്റെ പേരിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറയുകയാണ്, മേ ബി നിങ്ങൾ എന്നോട് റിപ്പോർട്ട് ചെയ്യാനോ എന്നോട് പറയാനോ ഒക്കെ നിങ്ങൾക്ക് മറന്നിരിക്കാം, അതുകൊണ്ടാണ് നിങ്ങളുടെ പേരിൽ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തത്. അത് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു തെറ്റാണെന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മിസ് ചെയ്തതാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു എഫേർട്ട് മുടങ്ങാതെ ബാബയിലിട്ട് എത്തട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാണിക്കുന്നത് ഓവർ സ്മാർട്ടാണ്, അല്ലാതെ നിങ്ങൾ ഫുൾ ഡെഡിക്കേഷനോടെ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിന് വേണ്ടി ഒരു സിൻസിയറിറ്റിയോടെ ചെയ്യുന്നതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കും ബാബയ്ക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഞാൻ ചെയ്യുന്നതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ അത്രത്തോളം ബാബ എനിക്ക് തിരിച്ചു തരും എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതുകയാണ്. ലാസ്റ്റ് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു സേവയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമായി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ആത്മാർത്ഥമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൂടെ ബാബ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഓക്കെ സായി, ഓം സായിറാം, ശ്രദ്ധ സബൂരി, ഇത്രയും മാത്രമേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എന്താണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ അവർ അതിൽ നിന്നും ക്വിറ്റായി പോവുകയും ചെയ്തു ആ ഗ്രൂപ്പിൽ നിന്ന്. ഇത് എനിക്ക് വല്ലാത്തൊരു വിഷമമായി. കാരണം ഞാൻ ചെയ്തത് നല്ലൊരു മോട്ടീവോട് കൂടിയായിരുന്നു. ഒരുപാട് പേര് എന്നോട് നല്ല റെസ്പോൺസും പറഞ്ഞിട്ടുണ്ട് അത് വരയ്ക്കും. അപ്പോൾ എനിക്കിത് വല്ലാത്ത, ഇത്രയും ഡിവോട്ടീസ് ഉള്ള കുറേ ഗ്രൂപ്പുകൾ നടത്തിയിട്ടും ഒരു ഡിവോട്ടിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അന്ന് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ ആ ഡിവോട്ടിയുടെ മനസ്സ് ഞാൻ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് കരുതി ഞാൻ ആ ഡിവോട്ടിക്കും പേഴ്സണലായിട്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണ്. ക്ഷമ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒപ്പം ബാബിയോടും പോയി പറയുകയാണ്, ബാബ ഇങ്ങനെ എനിക്കൊരു സംഭവിച്ചു പോയി, എന്തായാലും ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ബാബയുടെ ആ ഒരു ഡിവോട്ടിക്ക് എന്തെങ്കിലും തരത്തിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്തത് തെറ്റാണോ അല്ലയോ എന്നെങ്കിലും എനിക്കൊരു മെസ്സേജ് ബാബ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എനിക്ക് വേറൊരു ഡിവോട്ടിയുടെ ഒരു മെസ്സേജ് വരികയാണ്. ഇതേ വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് ആ ഡിവോട്ടി. അപ്പോൾ ഡിവോട്ടി റെഗുലറായിട്ട് വായിക്കുന്ന ഒരു ഡിവോട്ടിയാണ്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ആ ഡിവോട്ടിയും തേഴ്സ്ഡേ മിസ് ചെയ്തിരിക്കുകയാണ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിനി ഇങ്ങനെ അവരുടെ പേരും എഴുതി പോസ്റ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കുമോ എന്ന് കരുതി ഞാൻ ആ മെസ്സേജ് വായിച്ചു നോക്കുന്ന സമയത്ത് അതിലെഴുതിയിരുന്നത്, ഇന്നലെ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, എനിക്കൊരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഇന്നലെ എൻ്റെ ഫുൾ ഫാമിലി എന്ന് വെച്ചാൽ ഹസ്ബൻഡും കുഞ്ഞും തീർത്തും എന്നെ ഒറ്റപ്പെടുത്തിയൊരു ദിവസമായിരുന്നു. ആ വീട് വിട്ട് ഞാൻ ഇറങ്ങിയ ദിവസമായിരുന്നു. ആ വീട് വിട്ട് ഇറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ വീട്ടിൽ വരികയും അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്ത് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചേക്കാം എന്ന് പോലും ചിന്തിച്ചിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ബാബയുടെ വലിയൊരു ഡിവോട്ടിയാണ്, ബാബയെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് ബാബ, എന്തുകൊണ്ടാണ് ബാബ ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം തന്നത്, ഞാനിനി ആരോടാണ് എൻ്റെ ഈ ഒരു വിഷമം പറഞ്ഞെങ്കിലും തീർക്കേണ്ടതെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നിങ്ങളുടെ മുഖമായിരുന്നു. കാരണം നിങ്ങൾ ആ ഗ്രൂപ്പിൽ, ഞാൻ വായിക്കുന്ന ആ ഗ്രൂപ്പിൽ നിങ്ങളാണല്ലോ ക്യാപ്റ്റൻ സേവ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ബാബയുടെ ഒരു റെപ്രസെൻറ്റീവായിട്ട് കരുതി എൻ്റെ എല്ലാ പ്രോബ്ലംസും നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു പ്രവൃത്തിയോട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവരുടെ പ്രോബ്ലംസ് എല്ലാം ലിറ്ററലി ബാബയോട് എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ അവർ ഇതുവരേക്കും നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലാത്ത എനിക്ക് അവരയക്കുകയാണ്. ലാസ്റ്റ് അവർ എഴുതി അയച്ചതും ഇങ്ങനെയാണ്, ഞാൻ കാണുന്നത്, ഇത് ഞാൻ പറയുന്നതെല്ലാം നിങ്ങളെന്ന വ്യക്തിയോടല്ല ഞാൻ പറയുന്നത്, നിങ്ങളിലൂടെ ബാബയിലേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത്, കാരണം എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് അവരത് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഞാനതെടുത്തത് ആ ഡിവോട്ടിക്ക് ഞാൻ തിരിച്ച് ഒരുപാട് ബാബയുടെ പേരിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രോബ്ലംസ് ഒന്നുമല്ല, ഉറപ്പായിട്ടും ബാബ എല്ലാം മാറ്റിത്തരും, പക്ഷേ നിങ്ങൾ മനസ്സിന് ധൈര്യം കൊടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചതിനും ഒപ്പം ബാബ എനിക്കൊരു ആൻസർ തന്നു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം അവർ ബാബയുടെ ഒരു ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻ സേവ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാനെന്നൊരു വ്യക്തിയെ അവർക്ക് ആ സിറ്റുവേഷനിൽ ഓർമ്മ വന്നതും ബാബയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് കരുതി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞതും. അപ്പോൾ ഞാൻ ചെയ്യുന്ന സേവയിൽ ബാബ തൃപ്തനാണ് എന്നതാണല്ലോ അതിനുള്ള അർത്ഥവും. അതുകൊണ്ട് തന്നെ അതിനുശേഷവും ഞാൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് ആരെങ്കിലും വായിച്ചില്ലെങ്കിലും ആ ഒരു ഡിവോട്ടിയുടെ നെയിമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്ത് എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ബാബയോട് ഓപ്പണായിട്ട് അത് ചോദിക്കുക. അതിനുള്ള വ്യക്തമായ മറുപടി ബാബ നമ്മൾക്ക് എപ്പോഴായാലും തന്നിരിക്കുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പല സാഹചര്യങ്ങളും ബാബ നിങ്ങളുടെ മുമ്പിലും ഓരോരോ സൊല്യൂഷനുമായിട്ട് വന്നിരിക്കാം. അതിലെല്ലാം ബാബയെ കാണാൻ ശ്രമിക്കൂ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ബാബ നൽകട്ടെ. ഓം സായിറാം.